ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങളുടെ ശരീരം അമ്മയാകാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ പുരുഷൻ്റെ ശരീരം ഒരു അച്ഛനാകാൻ വേണ്ടിയിട്ടും പ്രിപ്പയർ ആകുന്നു എന്നാണ് അതിനർത്ഥം കേട്ടോ. അപ്പോൾ ഈ രണ്ട് മാറ്റങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിലൊന്ന് നിങ്ങൾക്കുമാണ് ഉണ്ടാവുന്നത്, മറ്റേത് നിങ്ങളുടെ ഹസ്ബൻഡിനുമാണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി നമുക്ക് കിട്ടണമെങ്കിൽ സ്ത്രീ ശരീരവും പുരുഷൻ്റെ ആ ഒരു ശരീരവും കൃത്യമായിട്ട് തന്നെ ഓരോ പ്രവർത്തനങ്ങളിലും വർക്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. പുരുഷൻ്റെ ശരീരത്തിലും സ്ത്രീ ശരീരത്തിലും എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻസി നീണ്ടുപോകുന്നതിന് കാരണമാകുന്നു. അണ്ടവും ബീജവും കൃത്യമായിട്ട് ഫോം ചെയ്ത് അത് കൃത്യമായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണ് നമുക്ക് പ്രഗ്നൻസി ആകുന്നത്. നാച്ചുറലി നമ്മൾ ഏതെങ്കിലും ഒരു മെഡിക്കേഷൻസ് ഒക്കെ എടുത്തിട്ട് അണ്ടം വളരാനോ അല്ലെങ്കിൽ സെമൻ അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കഴിച്ച് മാത്രം നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എളുപ്പത്തിൽ അവിടെ പ്രഗ്നൻസി കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഇൻ കേസ് വരുന്ന പ്രഗ്നൻസിക്ക് മറ്റുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. കുഞ്ഞിനൊന്നില്ലെങ്കിൽ ഗ്രോത്ത് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കുഞ്ഞിനുണ്ടാകും, ഹാർട്ട് ബീറ്റ് നിന്ന് പോകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മൾ തുടങ്ങുന്നത് പുരുഷനിൽ നിന്നാണ് കേട്ടോ. ഒരു 40% വരെ പ്രഗ്നൻസി പോസിബിൾ ആവണമെങ്കിൽ പുരുഷൻ്റെ ആ ഒരു സെമൻ്റെ ഫാക്ടറും കൂടി കൃത്യമായിട്ട് നിൽക്കണം. സെമൻ അനാലിസിസ് നമ്മൾ പുറത്ത് പോയി ചെയ്യുന്നതല്ലാതെ നമുക്ക് വീട്ടിൽ നിന്നിട്ട് സെമൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന മറ്റൊരു മെത്തേഡ് ഉണ്ട്. അതായത് എല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്ത് കണ്ടുപിടിക്കുകയല്ല, എങ്ങനെയുണ്ട് ഏറെക്കുറെ സെമൻ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇജാക്കുലേഷൻ സംഭവിക്കുന്നതാണ്. ഇജാക്കുലേഷൻ സംഭവിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇജാക്കുലേഷൻ അകത്ത് നടത്താതിരിക്കുക. അതായത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഇജാക്കുലേഷൻ വരുന്ന എന്താ പറയുക, സെവൻ ഔട്ട് ആവുന്ന ഒരു ടൈം പുരുഷന് അറിയാമല്ലോ. ആ സമയത്തേക്ക് നിങ്ങൾ ഇജാക്കുലേഷൻ വേറെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ആ ഒരു സെവൻ കളക്ട് ചെയ്ത് വെക്കുക. ദെൻ അതിൻ്റെ ഒരു ടെക്സ്ചർ നിങ്ങൾ നോക്കുക. ടെക്സ്ചർ എന്ന് പറയുമ്പോഴേക്കും നോർമലായിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇജാക്കുലേഷൻ ഉണ്ടാകുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ സെമൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ ജെല്ലി ടൈപ്പ് ആയിരിക്കും. ജെല്ലി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ജെല്ലി കുറച്ച് തിക്കായിട്ടുള്ള ജെല്ലി ഉണ്ട്. അതുപോലെ നമ്മൾ കയ്യിലെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് അനങ്ങുന്ന ടൈപ്പ് ഒരു കുട്ടികളുടെ സ്ലൈം കണ്ടിട്ടുണ്ടാവില്ലേ എല്ലാവരും. അതായത് അവർ ടോയ്സ് കളിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ വലിച്ചു നീട്ടുന്ന ഒരു സ്ലൈം ഉണ്ടാകും. ഈ സ്ലൈമിൻ്റെ പോലത്തെ കുറച്ചുകൂടി ഒന്ന് വാട്ടറി ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആയിരിക്കും ഈ ഒരു സെമൻ ഉണ്ടാകുന്നത്. സ്ലൈം പോലെ അത്രയധികം തിക്കല്ല, എന്നാൽ ജെല്ലി വാട്ടർ ജെല്ലി ആയിട്ടുള്ള ഒരു ടൈപ്പ് ആയിരിക്കും സെമൻ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സെമനാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ ഓക്കെ പ്രോപ്പർ ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ അതിനെ അപേക്ഷിച്ച് കുറേയും കൂടി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള തിക്കായിട്ടുള്ള ജെല്ലി ആ ഒരു സെമനാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു അപാകത സെമൻ ഉണ്ടെന്ന് ഒന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. എന്തെങ്കിലും അപാകത ഉണ്ടോ എന്ന് നമ്മൾ പിന്നീട് അങ്ങോട്ടേക്ക് അനാലിസിസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുപോലെ അതിൻ്റെ ഒരു കളറിൻ്റെ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഗ്രേ കളറോട് കൂടിയിട്ടുള്ളതായിരിക്കും. ഒരു വൈറ്റും ഗ്രേയും തമ്മിൽ മിക്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന കളറായിരിക്കും സെമൻ ഉണ്ടാകുന്നത്. എന്നാൽ അങ്ങനെ അല്ലാത്ത കളറിലാണോ ഇജാക്കുലേഷൻ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. ചിലർക്കൊക്കെ ഭയങ്കര വൈറ്റ് ആയിട്ടുള്ള കളറായിരിക്കും, ചിലർക്ക് വൈറ്റും ഗ്രേയും കൂടി മിക്സ് ആയിരിക്കും. അതൊന്നും പ്രശ്നമില്ലാത്ത കളറാണ് കേട്ടോ. എന്നാൽ അതിനേക്കാളും മറ്റേതെങ്കിലും തരത്തിൽ ഉണ്ടോ, അല്ലെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ തിക്നെസ് വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ സാമ്പിൾ കളക്ട് ചെയ്ത് എടുക്കുമ്പോഴേക്കും അത് എത്രത്തോളം ക്വാണ്ടിറ്റി സാമ്പിൾ ഉണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കുക. വളരെയധികം ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സെമൻ കിട്ടുന്നതെങ്കിൽ കുറച്ചധികം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകൂടി കോൺടാക്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയാണോ ക്വാണ്ടിറ്റി കുറവാണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വാണ്ടിറ്റി കുറവാണെങ്കിലും നിങ്ങൾ ഡോക്ടറെ പോയി കണ്ടിട്ട് ഒന്ന് സെമൻ അനാലിസിസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ പാരാമീറ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലിരുന്ന് നമുക്ക് മനസ്സിലാകാം എന്തെങ്കിലും അപാകത സെമൻ ഉണ്ടോയെന്ന്. അങ്ങനെ ഒരു വ്യക്തത നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾ അത് ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സെമൻ അനാലിസിസ് നല്ലൊരു ലാബിൽ പോയിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് സെമന് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന വേറൊരു ക്വാളിറ്റി ചെക്കാണ്. ഇത് നമുക്ക് വേണ്ടത് സെമൻ കളക്ട് ചെയ്യേണ്ടത് ഒരു നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു കണ്ടെയ്നറിലായിരിക്കണം സെമൻ കളക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു ചില്ലിൻ്റെ ഗ്ലാസ് എടുത്തിട്ട്, ചില്ല് ഗ്ലാസ് എടുക്കാനായിട്ട് പറയുന്നത് നമുക്ക് എന്നാലേ അതിൻ്റെ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ചില്ലിൻ്റെ ഗ്ലാസ് തന്നെ നിങ്ങൾ എടുക്കുക. അതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സെമൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഇജാക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെമൻ എടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ അല്ല എങ്കിൽ അതായത് ഇപ്പോൾ രാവിലെ
അല്ലെങ്കിൽ ഹസ്ബൻഡ് തന്നു പോയിട്ട് നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ കളക്ട് ചെയ്തെടുത്ത സെമൻ തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ആ വെള്ളത്തിലോട്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്വാളിറ്റി ഉള്ള സെമൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസ്സിൻ്റെ ഏറ്റവും കീഴ്പോട്ട് കിടക്കുന്ന സെമൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക. ക്വാളിറ്റി കൂടുതലുള്ള സെമൻ ആയിരിക്കും കൂടുതലും അറ്റത്തായിട്ട് കിടക്കുന്നത്. ക്വാളിറ്റി കുറച്ചുകൂടി കുറവുള്ളത് മിഡിൽ പോർഷനിലായിട്ട് കിടക്കും. ക്വാളിറ്റി വളരെയധികം കുറഞ്ഞത് ഏറ്റവും മേളിലായിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെയാണോ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സെമൻ കിടക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഏറ്റവും താഴെ കിടക്കുന്നതിൻ്റെ അളവ് വളരെയധികം കൂടുതലാണെങ്കിൽ സെമന് കൃത്യമായിട്ട് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് ഏകദേശം അനുമാനിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഏറ്റവും മേളിൽ കിടക്കുന്നതാണ് ക്വാണ്ടിറ്റി കൂടുതലെങ്കിൽ അതിനർത്ഥം ആ സെമന് ക്വാളിറ്റി കുറച്ച് കുറവാണെന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് സെമൻ അനാലിസിസ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് എങ്ങനെയാണ് അവരുടെ പ്രഗ്നൻസി പോസിബിൾ ആവണമെങ്കിൽ അവർക്ക് ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കണം. ഏകദേശം പീരീഡ്സ് ആകുന്ന ആ ഒരു ദിവസം മുതൽ തന്നെ നമ്മുടെ ആ ഒരു അണ്ടം അടുത്തൊരു ഓവുലേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകാനായിട്ട് തുടങ്ങും. ആ സമയം മുതൽ തന്നെ വളരാൻ തുടങ്ങുന്നത് കൊണ്ട് ഫോളിക്കുലാർ ഫേസിന്റെ ആ ഒരു എൻഡ് എത്തുമ്പോഴേക്കും നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ശരീരത്തിൽ ഓവുലേഷൻ്റെതായിട്ട് കാണാനായിട്ട് സാധിക്കും. ചില ആളുകൾ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത് അവരുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വെച്ചിട്ട് മാത്രമാണ്. ഒരിക്കലും മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വെച്ചിട്ട് ഈ ദിവസം തന്നെ ഓവുലേഷൻ നടക്കുമെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് കണ്ണടച്ച് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഈ ഓവുലേഷൻ ഡേറ്റ് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന ദിവസങ്ങളിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റമെങ്കിലും വിസിബിൾ ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഓവുലേഷൻ്റെതായിട്ട് പറയത്തക്ക ഒരുപാട് ലക്ഷണങ്ങൾ നമുക്കുണ്ട്. തുടർച്ചയായിട്ട് ഞാൻ ഓവുലേഷൻ്റെ സിംറ്റംസിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓവുലേഷൻ സിംറ്റംസ് ദീജോസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മതിയായിരിക്കും. കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും വീഡിയോയുടെ ലെങ്ത് കുറച്ചങ്ങോട്ട് കൂടും. പലർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഓവുലേഷൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്ക് ശരീരത്തിൽ കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഒരുപാട് പേര് ഓവുലേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് വെച്ചിട്ടാണ്. പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഡിസ്ചാർജ് ആയിരിക്കും ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. സെമനകത്തേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കി എടുക്കുന്നതിനും ആ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ലൂബ്രിക്കേഷൻ നല്ലതുപോലെ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഈ ഡിസ്ചാർജ് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ഓവുലേഷൻ്റെതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ലക്ഷണവും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് നമുക്ക് ഓൺലൈനിൽ ഒരുപാട് അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും മെഡിക്കൽ സ്റ്റോറുകളിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആണെങ്കിലും പലർക്കും ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് കിട്ടാനായിട്ട് സാധിക്കും. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് നിങ്ങൾ മേടിച്ച് വെച്ചിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് വരുന്നത്, അതായത് ഫോർ എക്സാമ്പിൾ 28 days ആണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വരുന്നതെങ്കിൽ ഇതിൽ 28 നമ്മുടെ ചാനലിൽ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കുന്നത് ഒരു 14 എന്ന് പറയുന്ന ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സംഖ്യ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഏകദേശം ഒരു ലെങ്ത് വരുന്നത് 14 വെച്ചിട്ടാണ്. എഗ് വളരാനും അതുപോലെ പൊട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 14 വെച്ചിട്ടാണ്. ഈ 14 അല്ലെങ്കിൽ 14 എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സംഖ്യയാണ്. ഡിഫോൾട്ട് എന്ന് പറയുന്നത് മാറ്റമില്ലാത്തൊരു സംഖ്യ. നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വരുന്നത് ആദ്യത്തെ മാസത്തെ ബ്ലീഡിങ്ങും അടുത്ത മാസം ബ്ലീഡിംഗ് ആകുന്നതും തമ്മിലുള്ള ഒരു ലെങ്ത് വരുന്നത് 28 ദിവസമാണെങ്കിൽ 28 നിങ്ങൾ 14 കുറയ്ക്കുക. 14 മാറ്റമില്ലാത്തൊരു സംഖ്യയാണ്. 14 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 14 എന്നുള്ളൊരു ആൻസർ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത് ഒരു 11ാമത്തെ ദിവസം മുതലായിരിക്കണം. ഈ സമയങ്ങളിൽ നിങ്ങൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് 10 മണിക്ക് ശേഷമുള്ള ഒരു സമയത്ത് യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു ഫെയിൻഡ് ലൈൻ നിങ്ങൾക്ക് കിട്ടും. അതായത് മങ്ങിയ ലൈൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നില്ലേ, അതുപോലുള്ള ഒരു മങ്ങിയ ലൈൻ നമുക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ എഗെയിൻ അടുത്ത ദിവസം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലൈൻ കുറേയും കൂടി ഒന്ന് ഡാർക്ക് ആവാനായിട്ട് തുടങ്ങും. ഏകദേശം നിങ്ങൾക്ക് എക്സാക്ട് ഓവുലേഷൻ അടുപ്പിച്ച് വരുന്ന 13-14 ദിവസങ്ങളിൽ ആ ലൈൻ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഒരുപാട് ഡാർക്കൺ ആകാനായിട്ട് തുടങ്ങും. അതിനർത്ഥം നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടെന്നാണ്. എഗെയിൻ നിങ്ങളൊരു 16th ഡേ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ലൈൻ മാത്രമേ കിട്ടുള്ളൂ. കാരണം നമുക്ക് അവിടെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുണ്ടാകും, LH ഹോർമോണിന്റെ സർജൻ നമുക്ക് അവിടെ അവസാനിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയാണ് നമ്മൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ദിജോസ് വേൾഡ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്. നിങ്ങൾക്കത് കണ്ടു നോക്കാവുന്നതാണ്. ഏകദേശം എക്സാക്ട് ഓവുലേഷൻ ഡേറ്റിനേക്കാളും 2-3 ദിവസം മുൻപ് മുതൽ തന്നെ നിങ്ങൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് കൃത്യം റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓൾവേസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവോ ഫെയിൻഡ് ലൈനോ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് PCOD ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഫോളിക്കുലാർ സ്റ്റഡി നടക്കുക. പീരിയഡ്സിൽ കഴിഞ്ഞതിന് ശേഷം പല ഡോക്ടേഴ്സും ഫോളിക്കുലാർ സ്റ്റഡി നടത്താറുണ്ട്. ചിലർ പീരിയഡ്സിന്റെ 3rd day 4th day ഒക്കെ മുതൽ ഫോളിക്കുലാർ സ്റ്റഡി നടത്തി തുടങ്ങാറുണ്ട്. അണ്ടം വളരുന്നുണ്ടോ, അതെങ്ങനെയാണ് ഗ്രോത്ത് വരുന്നത്, അത് നാച്ചുറലി പൊട്ടാനായിട്ടുള്ള കേപ്പബിലിറ്റി അതിനുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫോളിക്കുലാർ സ്റ്റഡി നടത്തുന്നത് നിങ്ങളെ സഹായിക്കുന്നു.
ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 21-നും 35-നും ഇടയ്ക്കാണ്. 35 ദിവസത്തിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് പീരിയഡ്സ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ബോഡിയിൽ വരുന്ന സിംറ്റംസ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സിംറ്റംസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഫോളിക്കുലർ സ്റ്റഡി നടത്തണം. അതുപോലെ തന്നെ 21 to 35 ഇടയ്ക്ക് പീരിയഡ്സ് വരുന്ന ആളുകളും ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കരുതെന്നല്ല, കുറേയും കൂടി സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പീരിയഡ്സ് റെഗുലറായിട്ട് പോകുന്ന പലരുടെയും തെറ്റിദ്ധാരണ അവർക്ക് ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്നാണ്. ഓവുലേഷന്റെ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഇല്ലെങ്കിൽ, ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിലെ പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഓവുലേഷൻ നടക്കാനായിട്ടും ചാൻസസ് കുറവാണ്. കാരണം PCOD ഉള്ള പല ആളുകൾക്കും ചിലപ്പോൾ ആ ഒരു പീരിയഡ്സിൽ ഇറഗുലാരിറ്റീസ് വരുന്നത് ചിലപ്പോൾ PCOD തുടങ്ങിയിട്ട് ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴേക്കും നമുക്ക് അവിടെ അണ്ടം കൃത്യമായിട്ട് വളരുന്നുണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഈ 2 ടെസ്റ്റുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ശരീരം പ്രഗ്നന്റ് ആകാനായിട്ട് തയ്യാറാകുന്നില്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 2 ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് കമൻറ്റിന് റിപ്ലൈ തരാനായിട്ട് സാധിച്ചില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരുന്നു കേട്ടോ. വീഡിയോസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് കൃത്യം ടൈമിന് തന്നെ അത് ഔട്ട് ആവുകയാണ്. എന്തായാലും എല്ലാവരുടെയും കമൻസിന് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇൻ കേസ് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ നിങ്ങളൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഹെൽപ്പ് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃത്യം സൈക്കിൾ ലെങ്ത് എത്രയാണോ അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം ബ്ലീഡിങ് വരുന്നുണ്ടോ അതാണ് നിങ്ങൾ, എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ നിങ്ങൾ പറയേണ്ടത്. അതായത് കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം ഒരു 5-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ 1-ാം തീയതിയെ ഡേ 1 ആയിട്ട് എടുത്തിട്ട് 5-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കൗണ്ട് ചെയ്ത് പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.